NH66 വിശേഷങ്ങൾ കാണിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ എൻഡ് ചെയ്തത് അറാപ്പുഴ പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഭാഗത്താണ്. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് NH66 പോകുമ്പോൾ രാമനാട്ടുകരൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അറാപ്പുഴ പാലം വരുന്നത്. ഈ പാലം കഴിഞ്ഞതിന് ശേഷമുള്ള തൊട്ടടുത്ത സ്ഥലത്തു നിന്നാണ് നമ്മൾ പുതിയൊരു വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വീഡിയോ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ അറാപ്പുഴ പാലത്തിൻ്റെ എൻഡ് മുതൽ കാലിക്കറ്റ് ഡെക്കാത്തലോൺ വരെയുള്ള 4 കിലോമീറ്റർ ദൂരമാണ് 10 മിനിറ്റുള്ള ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നാട്ടിൽ നല്ല ചൂടായിരുന്നു. ഞാനിപ്പോൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിൽ നല്ല രീതിയിൽ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല ചൂടുള്ള സമയത്ത് പെട്ടെന്നൊരു മഴയൊക്കെ വരുമ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണല്ലേ. നിങ്ങളിങ്ങനെ കട്ടൻ ചായയും കുടിച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ചാനൽ 4000 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. കൂടി എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. 2025 മെയ് മാസം 1-ാം തീയതിക്കുള്ളിൽ നമ്മളെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അത് അച്ചീവ് ചെയ്യാം. നമ്മളിവിടുന്ന് നേരെ പന്തീരങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. റോഡിൻ്റെ വലത് ഭാഗത്തെ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെയാണ് വണ്ടികളൊക്കെ പോകുന്നത്. ഇടത് ഭാഗത്തിൻ്റെ ടാറിങ്ങിൻ്റെ വർക്ക് വരാനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു അണ്ടർപാസിൻ്റെ മുകളിലാണ്. ഇതിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലത് ഭാഗത്ത് അതിൻ്റെ മുകളിൽ ടാറിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒരു ഡിവൈഡറാണ് ഇപ്പോൾ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു ലൈവ് അപ്ഡേഷൻ അല്ല. ഈ വീഡിയോകളൊക്കെ ഈ മാസം തുടക്കത്തിലെടുത്തതാണ്. ഏകദേശം 1 മണിക്കൂർ വരുന്ന വീഡിയോ ഞാൻ പല പാട്ടുകളായിട്ടാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. കോഴിക്കോട് ഭാഗത്ത് നടക്കുന്ന NH66 വിശേഷങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വലതു ഭാഗത്ത് ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് വരാനുണ്ട്. നമ്മൾ മുമ്പിൽ കാണുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ടാണ് ഇതിലൂടെ ഹൈവേ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലൂടെയാണ് പോകുന്നത്. അതേപോലെ തന്നെ ഇനി വലത് ഭാഗത്തെ സർവീസ് റോഡും കുറച്ച് ഉയരത്തിലൂടെ ആവും ഇതിലൂടെ കടന്നു പോവുക. രണ്ട് ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ഓവർപാസൊക്കെ വരുന്ന ഭാഗത്ത് അടിഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ, എന്താണ് അതിൻ്റെയൊക്കെ അവസ്ഥ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കുക. കുറച്ച് മുമ്പ് UAE കുറച്ചധികം മഴ പെയ്തിരുന്നു. അങ്ങനെ റോഡിലൊക്കെ നല്ല വെള്ളമായിരുന്നു. കുറേ അണ്ടർപാസിൻ്റെ അടിയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കിയിരുന്നു. അങ്ങനെ ആ ഭാഗത്തുള്ള വെള്ളമൊക്കെ മോട്ടർ ഉപയോഗിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പമ്പ് ചെയ്ത് കളയായിരുന്നു ചെയ്തിരുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് റോഡ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത്. പക്ഷേ സത്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം മഴയൊക്കെ വന്ന് നമ്മൾക്ക് ലൈവായി തന്നെ അനുഭവിച്ച് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പോൾ ഈ മഴക്കാലത്ത് ഏതെങ്കിലും ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ, അതോ നല്ല രീതിയിൽ തന്നെ ഡ്രെയിനേജിലൂടെ വെള്ളം പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റിലൊന്ന് അറിയിക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇടത് ഭാഗത്ത് ഒരു കുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിലൂടെയാണ് സർവീസ് റോഡ് വരിക. പക്ഷേ ആ കുന്ന് മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ലോറി പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ പാടന്നെ 2 ഇലക്ട്രിക് പോസ്റ്റാണ് ആ റോഡിൻ്റെ നടുവിൽ. അതിനി എന്നാണാവും KSEB അവിടെ നിന്ന് എടുത്ത് മാറ്റൽ. ഇങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാത്തതുകൊണ്ട് റോഡിൻ്റെ വർക്ക് ഡിലേ വരുന്നത്. നമ്മൾ പുത്തൻതണ്ണി ഭാഗത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. വേറെയും കുറേ സ്ഥലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ അവരെ ഇലക്ട്രിക് പോസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ പോസ്റ്റ് അവിടെ മാറ്റിയതിൻ്റെ ശേഷം അവിടെയുള്ള വർക്കും കൂടെ ചെയ്യും. അങ്ങനെയാണ് ഇവരെ പ്ലാന് തോന്നുന്നു. ഇവിടുത്തെ വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇതേവിടെ വീണ്ടും 2 പോസ്റ്റ് റോഡിൻ്റെ നടുവിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതേപോലെ തന്നെ. ഇതിനി ഇവിടുന്ന് പറിച്ച് കളയാനാവോ അതോ ഇനി കട്ട് ചെയ്ത് കളയാനാവോ. പറിച്ച് കളയാണെങ്കിൽ അവിടെ വലിയൊരു കുയ്യൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും അവിടെ കുറച്ചും കൂടി വർക്കൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വിചാരിക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സിലുള്ള കുറച്ച് ആൾക്കാർ ഇത് കാണുള്ളൂ എന്നൊക്കെ. പക്ഷെ അതങ്ങനെയല്ല. പല രാജ്യത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഞാനും ഈ വീഡിയോ കാണുന്നത് നിങ്ങളിൽ കുറച്ചാളെ പോലെ തന്നെ UAE നിന്നാണ്. ഞാനിപ്പോൾ നാട്ടിലല്ല. ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് അനിയനാണ്. ഏതൊക്കെ രാജ്യത്തു നിന്നാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ചാനലിൻ്റെ റിപ്പോർട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷേ ഏതൊക്കെ സ്ഥലത്തു നിന്നാണെന്ന് അറിയാൻ പറ്റില്ല. നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വീഡിയോസ് കാണുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ ഏതൊക്കെ സ്ഥലത്ത് എൻ്റെ വീഡിയോസ് എത്തുന്നുണ്ട് എന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ പറ്റുമല്ലോ. കുറേ ആളുകൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഏകദേശം 90% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സെൻട്രൽ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഡറിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത്. ഇവിടുന്ന് വാഹനങ്ങൾ പോകുന്നത് ഹൈവേൻ്റെ ഇടത് ഭാഗത്തൂടെയാണ്. അവിടുന്ന് വാഹനങ്ങൾ വരുന്നത് വലതു ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെയാണ്. ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇവിടെയൊക്കെ ഡിവൈഡർ വെക്കാനുണ്ട്. ആ ഡിവൈഡറൊക്കെ റോഡിൻ്റെ വലതുഭാഗത്ത് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി റോഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെക്കാനുള്ളതാണ്. ഇവിടുന്ന് നേരെ പോകുന്ന വാഹനങ്ങൾ ഇതുവരെ വന്നിരുന്നത് റോഡിൻ്റെ ഇടതുഭാഗത്ത് കൂടിയായിരുന്നു. ഇവിടെ എത്തുമ്പോൾ നേരെ ഡിവൈറ്റ് ചെയ്തിട്ട് അത് സർവീസ് റോഡിലേക്കാണ്ട് കണക്ട് ചെയ്യുകയാണ്. പന്തീരങ്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ വരുന്നത് ഫ്ലൈ ഓവറാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പന്തീരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്കാണ്. ഫ്ലൈ ഓവർ തുടങ്ങുന്ന ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഡിവൈഡർ വെക്കാനുള്ള വർക്ക് പെൻഡിങ് ഉണ്ട്. ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇടത് ഭാഗത്തൊക്കെ സർവീസ് റോഡിൽ നല്ല തിരക്കാണ്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്താൽ പിന്നെ ഇതിലൂടെ തിരക്കൊന്നും ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ ടാറിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ ഇനി ഡിവൈഡറിൻ്റെ വർക്കാണ് പെൻഡിങ് ഉള്ളത്. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ NH-66 വർക്ക് നടക്കുന്ന ഭാഗത്തു കൂടി പോവുകയാണെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. കാരണം ഒരുവിധം സ്ഥലത്തൊക്കെ വാഹനങ്ങൾ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മളെ മുമ്പിൽ ഒരു വലിയ ലോറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടിയൊക്കെ വരികയാണെങ്കിൽ പിന്നെ അതിനെ ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല. അതിൻ്റെ പിന്നാലെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോകേണ്ടി വരും. ഈ വലിയ വണ്ടിക്കാർ സ്പീഡിൽ പോവില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഗ്യാപ്പൊക്കെ വരുമ്പോൾ അവർ നമ്മൾ ഓവർടേക്ക് ചെയ്യാനോ അനുവദിക്കില്ല. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നല്ല കേട്ടോ പറഞ്ഞേ, കുറച്ച് ആൾക്കാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് സഹിക്കുക. ഇനി റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യാമല്ലോ. അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയ സ്ഥലത്ത് ഫ്ലൈ ഓവറും അപ്രോച്ച് റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ജോയിൻറ്റിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഫ്ലൈ ഓവറിൻ്റെ കംപ്ലീറ്റ് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയർ വെക്കാനുണ്ട്, നടുവിൽ ഡിവൈഡറും വെക്കാനുണ്ട്. ഈ ഹൈവേ കോഴിക്കോടിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് കടന്നു പോകുന്നത്. കോഴിക്കോട് ടൗൺ ഭാഗത്തുള്ള റോഡൊക്കെ ഇനി വലുതാക്കിയില്ല എന്നുണ്ടെങ്കിൽ കോഴിക്കോടിന് ഒരു 8ൻ്റെ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഹൈവേ കൂടെ ഒരുപാട് വണ്ടികൾ ഒരേ സമയം കോഴിക്കോട് ടൗണിൽ കണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതിപ്പോൾ കോഴിക്കോടിൻ്റെ മാത്രമല്ല, NH-66 അടുത്തുള്ള ഒരുവിധം ടൗണിൻ്റെ ഒക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ടൗണിലൊക്കെ ഉള്ള റോഡ് ഇതിൻ്റെ കൂടെ തന്നെ വലുതാക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ പണി പാളും. ഈ ഫ്ലൈ ഓവറിൻ്റെ അടി കൂടി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇടത് ഭാഗത്തുള്ള മാങ്കാവ് പന്തീരങ്കാവ് റോഡാണ്. വലതു ഭാഗത്തുള്ളത് പെരുമണ്ണ റോഡാണ്. എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വല്ല പിടുത്തോടങ്ങൾക്ക്. 2 വർഷമൊക്കെ നാട്ടിൽ വരാത്ത പ്രവാസികളൊക്കെ ഇനി നാട്ടിൽ വരികയാണെങ്കിൽ നമ്മളെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ അന്തം വിടും. അവർക്കിതൊക്കെ ഏതാണ് സ്ഥലം എന്നും കൂടെ മനസ്സിലാവില്ല. അങ്ങനത്തെ മാറ്റങ്ങളാണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇനി ഒരുപാട് വർക്ക് വരാണ്ട്, മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് വരാണ്ട്, ടാറിങ് വരാണ്ട്, ക്രാഷ് ബാരിയർ വെക്കാണ്ട്, ഡിവൈഡർ വെക്കാണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് വെക്കാണ്ട്, അങ്ങനെ ഒരുപാട് വർക്ക് വരാനുണ്ട്. ഇടതുഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ സൈഡിൽ കമ്പികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് അവിടുത്തെ ക്രാഷ് ബാരിയർ ഉണ്ടാക്കൽ. രണ്ട് ഭാഗത്തും അടിയിലൂടെയുള്ള സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും, വലതു ഭാഗത്ത് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഫ്ലൈ ഓവറിൻ്റെ വലതു ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ ഇനി വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് സിമെൻറ്റ് കൊണ്ടുള്ള ആ ഒരു സംഭവമൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ട്. അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള വലതു ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. വലതു ഭാഗത്ത് കട്ട വെച്ചിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിടുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് നിലവിലുണ്ടായിരുന്ന ഹൈവേ കൂടിയാണ്. ഇടതുഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ മാത്രമാണ് അപ്രോച്ച് റോഡിൻ്റെ ഇടതുഭാഗത്ത് കട്ടിട്ടിട്ട് അവിടെ മണ്ണിടുന്ന വർക്ക് തുടങ്ങാൻ പറ്റുകയുള്ളൂ. പന്തീരങ്കാവ് നമ്മൾ നേരെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വലതുഭാഗത്ത് മണ്ണിടുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. ഇനി ഇടതുഭാഗത്തും ഇതേപോലെ തന്നെ മണ്ണിട്ട് വരാനുണ്ട്. കുറച്ചുകൂടെ മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടതുഭാഗത്ത് മണ്ണിടുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടതുഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇടതുഭാഗത്ത് ടാറിങ്ങിൻ്റെ മുമ്പുള്ള CTSBൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാഹനങ്ങൾ പോകുന്നത് റോഡിൻ്റെ വലതുഭാഗത്തൂടെയാണ്, വാഹനങ്ങൾ വരുന്നത് വലതുഭാഗത്തുള്ള സർവീസ് റോഡിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ക്രാഷ് ബാരിയർ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കമ്പികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്കാണ് വരാനുള്ളത്. ഇടതുഭാഗത്തെ റോഡിൻ്റെ CTSBൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുഭാഗത്തെ സർവീസ് റോഡിൻ്റെ ടാറിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വാഹനങ്ങൾ വരുന്നതും പോകുന്നതും റോഡിൻ്റെ വലതുഭാഗത്തൂടെയാണ്. രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടുള്ള ഡെക്കാത്തലോണിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പുതുപ്പൊന്നാണി മുതൽ ഇതുവരെയുള്ള NH-66 വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് NH-66 കാഴ്ചകൾ കാണിച്ചു തരാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും പക്ക ഇൻഫോർമേറ്റീവായ കാര്യങ്ങളായിരിക്കില്ല. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പാഷനാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്.
അതുകൊണ്ട് ചില ഭാഗത്തൊക്കെ പേരുകൾ പറയുമ്പോൾ അത് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം. ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് എൻ്റെ ചാനലിൽ കയറി വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് ഭാഗത്ത് വരുന്ന ഡെക്കാത്തലോൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഡെക്കാത്തലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അറിയാലോ, സ്പോർട്സിൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. ഇവിടുന്ന് ഈ ഹൈവേ നേരെ പോകുന്നത് കൂടത്തുംപാറ ഭാഗത്തേക്കാണ്. വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതിൽ നിന്ന് നല്ല മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ചാനലിന് വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് തെങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ തൊട്ട മുമ്പിലാണ് മാമ്പുഴ പാലം വരുന്നത്. തുടർന്നുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം.